ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു വെയ്റ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മെനുവിലെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ വൈറ്റ് സൂപ്പാണ്. അപ്പോൾ ചിക്കൻ വൈറ്റ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വേവിച്ച ചിക്കൻ പീസാണ്, ബോൺലെസ് ചിക്കനാണ്. ഇത് ഞാൻ 200 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കും നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഏകദേശം 3/4 കപ്പോളം ചിക്കൻ സ്റ്റോക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ചിക്കൻ എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. പകരം ഗീയോ ബട്ടറോ ചേർക്കാം. ഇതിലേക്ക് 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും ചേർത്തൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കുക. 1 കഷ്ണം ഇഞ്ചിയും സ്ലൈസ് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതുപോലെ നിറം മാറി വരുമ്പോഴേക്കും ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. 3/4 കപ്പോളം ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ചൂടാക്കുക. ഒരുവിധം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 20 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. മോസറല്ല ചീസാണ് ഞാൻ ചേർക്കുന്നത്. ഈ ചീസിന് അല്പം ഉപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂപ്പിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇപ്പോൾ ചീസെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വൈറ്റ് സൂപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സോയ് സോസ് അതുപോലെ ടൊമാറ്റോ സോസ് ഒന്നും ചേർക്കുന്നില്ല. പകരം ഞാൻ 1 ടീസ്പൂൺ വൈറ്റ് വിനെഗറാണ് ചേർത്തത്. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് കോൺ സ്റ്റാർച്ച് റെഡിയാക്കി എടുക്കാം. 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ അഴിപ്പിച്ച് വെക്കാം. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നോക്കണം. നല്ലതുപോലെ തിളച്ച് സൂപ്പ് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ കോറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. ഇപ്പോൾ സൂപ്പൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വൈറ്റ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സൂപ്പാണിത്. കുടിച്ചാൽ മതിയാവേ ഇല്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഒരു തരത്തിലുള്ള സോസും നമ്മളിതിലെത്തി ചേർത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും ഈ വൈറ്റ് സൂപ്പ് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൂപ്പ് ആദ്യം വിളമ്പാം. ഇനി ഞാൻ കുറച്ച് മുളപ്പിച്ച പയറാണ് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത്. മുളപ്പിച്ച പയർ ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്തേണ്ട ഫ്രൂട്ടും കൂടി വിളമ്പാം. ഞാനിപ്പോൾ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. വെയിറ്റ് ലോസിന് പപ്പായ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റ് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത്. കപ്പ, അരി ആഹാരം, ഗോതമ്പ് ആഹാരം ഒഴിവാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു വളരെ ഹെൽത്തിയാണ്. ചിക്കൻ വൈറ്റ് സൂപ്പ്, പിന്നെ മുളപ്പിച്ച പയർ, ഫ്രൂട്ടായിട്ട് എടുത്തിരിക്കുന്ന പപ്പായ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെനു ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.